ഖൽബിലേക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ളൊരു പ്രകാശവും അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു സ്നേഹവും ഒരു നൂറും ഖൽബിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ലഭിക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം റബ്ബിനെ കുറിച്ചുള്ള ഈ അറിവാണ്. അല്ലാത്തതൊക്കെ നിസ്സാരമാണ് എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ടിരിക്കൂല. റഈസുസ്സാഹിദീൻ, ലോകത്തെ ഒരു സുഖവും ഒരു ആഡംബരവും വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് സാഹിദ് എന്ന് പറയാം. സുഹാദുകളുടെ നേതാവ് ആരാന്നറിയോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബിത്തിഫാഖിൽ ഉലമ. ഖർനുൽ അവ്വലിന്റെ 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. ഖലീഫയാണ്, വലിയ ഭരണാധികാരിയാണ്, ഒരുപാട് മുതലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പൈസയൊന്നും ഹൃദയത്തിനുള്ളിലേക്ക് കയറിയിട്ടില്ല. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുത്തു തീർക്കാനുള്ളതാണ്. അല്ലാഹു തന്നു, റബ്ബിലേക്ക് കൊടുക്കുകയാണ്. അല്ലാഹു അഅതാക ഫബ്ദുൽ മിൻ അതിയതിഹി ഫൽമാലു ആരിയതുൻ വൽ ഉംറു റഹാലു. അല്ലാഹു അഅതാക ഫബ്ദുൽ മിൻ അതിയതിഹി المال عارية والعمر رحال. المال كالماء إن تحبس سواقيه يأسا وإن يجري يعذب منه سلسال. يحيا على الماء حبات القلوب كما يحيا على المال أرواح وآمال. എത്ര ചെറിയ കൂരയിലാണെങ്കിലും വലിയ കൊട്ടാരത്തിലാണെങ്കിലും പീഡികത്തിണ്ണയിലാണെങ്കിലും വാടക വീട്ടിലാണെങ്കിലും മുഅ്മിനെ അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളം ومن يرد الله به خيرا يفقهه في الدين. അല്ലാഹുവിന്റെ ദീൻ അറിയാനുള്ള ഒരു അവസരം അല്ലാഹു നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അതാണ് ലോകത്തെ എല്ലാ സമ്പാദ്യത്തെക്കാളും വലുത്. മറ്റൊന്ന് റക്അത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബ്ഹി നിസ്കാരത്തിന്റെ ഫജ്റിന്റെ മക്തൂബത്തായ ഫർളായ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് നിർവഹിക്കുന്ന 2 റക്അത്ത് സുന്നത്ത്, ബാങ്ക് കൊടുത്തിട്ട് സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത്, ആ സുന്നത്ത് വേൾഡ് ബാങ്കിലെ പൈസ മുഴുവനും ഇത്രയൊന്നും വേണ്ട, നമ്മൾ ഇന്ത്യന്റെ റിസർവ് ബാങ്ക് കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ അത് എത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഖൈറ് സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കാരമാണ്. ഇത് നമ്മുടെ റസൂല് പറയുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതിന് വില കിട്ടണില്ലല്ലോ. ഇല്ല. എല്ലാ സുബ്ഹി നിസ്കാരത്തിന് വന്ന ആൾക്ക് 500 രൂപേന്റെ നോട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പള്ളി സ്ഥലം ഉണ്ടാവോ? ഈ പള്ളി തികയോ? എവിടെ നിന്നൊക്കെ ആൾക്കാർ വരും? പള്ളി തുറക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. സുബ്ഹിക്ക് എല്ലാവർക്കും 500 കൊടുക്കുകയാണ് സുബ്ഹിക്ക് വരുന്നത്. അല്ലാഹു പറയാൻ നിങ്ങൾക്ക് ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഖൈറുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ ഖൽബിലേക്ക് യേശുന്നേ ഇല്ല. ഉണ്ടോ? 500ന്റെ വില കൊടുത്തോ നമ്മളതിന്? പിന്നെ എങ്ങനെ നമുക്ക് അല്ലാഹുവിനെ പറ്റി വിശ്വാസം ഉണ്ടെന്ന് പറയാം? എന്ത് വിശ്വാസം നമുക്ക് അല്ലാഹുവിനെ പറ്റി? ഇസ്തജീബു ലില്ലാഹി വലിറസൂൽ ഇദാ ദഅാകും ലിമാ യുഹീകും. ഈമാൻ പുനഃപരിശോധിക്കേണ്ട സമയമാണിത്. നിങ്ങൾ അള്ളാഹുവിനെ പറ്റി 2 മിനിറ്റ് പറയുന്ന പറഞ്ഞാൽ എന്തൊക്കെ പറയും? അള്ളാഹിനെ പറ്റി പറയും. ഒരാൾ ചോദിക്കാൻ, എനിക്ക് നിങ്ങൾ അള്ളാഹിനെ പറ്റി ഒന്നും അറിയില്ല, എനിക്ക് ഇസ്ലാമൊക്കെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, ഹു ഈസ് അല്ലാഹ്? ഒരു 5 മിനിറ്റ് പറയാൻ പറ്റും അള്ളാഹിനെ പറ്റി? അള്ളാഹു ആരാണ്? എന്തൊക്കെ പറയും? ഒന്ന് പറഞ്ഞു നോക്കി. അള്ളാഹുവിനെ പറ്റി എന്ത് പറയും? അള്ളാഹ് ഉണ്ട്, പിന്നെ അള്ളാഹ് ഇതൊക്കെ പഠിച്ചത്, പിന്നെ അല്ലാഹ് റഹ്മാനു റഹീം, ഇതൊക്കെ പറയുമ്പോൾ ആകെ 10 സെക്കൻഡ് ആവുന്നുള്ളൂ. ബാക്കി കഴിഞ്ഞു. മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി. നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇഷ്ടമുള്ള ആളുകൾ, ബിരിയാണി ഇഷ്ടമുള്ളവർ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ബിരിയാണിയുടെ കഥയെ പറയുള്ളൂ, അല്ലേ? കച്ചവടം ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും അവസാനം കച്ചവടത്തിലേക്ക് വിഷയത്തും. പെണ്ണും കള്ളും ഇഷ്ടമുള്ളവർ അതിനെ പറ്റി പറയും. സിനിമ ഇഷ്ടമുള്ളവർ അതായിരിക്കും പറയാം. വല്ല ഫുട്ബോളും ക്രിക്കറ്റും ആണെങ്കിൽ അവർ അവസാനം അതേ എത്തുള്ളൂ.
അള്ളാഹുവിനെ പറ്റി ഇഷ്ടമുള്ളവർ അള്ളാഹുവിനെ പറ്റിയേ പറയുള്ളൂ. നിങ്ങൾ അള്ളാഹിനെ പറ്റി പറയുന്നുണ്ടോ? ആരോടെങ്കിലും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണം അള്ളാഹിനെ പറ്റി? അത് ഉറൂസൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ പറഞ്ഞു പോകുന്നവര് ഓക്കെ. നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താണ് അറിയുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് പറയണ്ടേ? മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രി. ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ച് ഒരുപാട് പറയുമെന്നാണ്, ഒരുപാട് പറയും. അതുകൊണ്ട് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം വടി എന്താ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു അല്ലാഹു തആല. അള്ളാഹുവിന്റെ ഒരു മുലാത്തഫത്താണെന്ന് പറയും. അള്ളാഹ്ക്ക് അറിയാലോ മൂസാ നബിയുടെ കയ്യിലെ വടിയാണ്. അല്ലല്ലേ മൂസാ നബി ആ വടിനൊക്കെ പഠിച്ചത് അള്ളാഹു അല്ലേ. മൂസാ നബിക്ക് ആ ഒരു ഐസ് ബ്രേക്കിംഗ് പ്രയാസം തോന്നണ്ട. അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ. എന്താ മൂസാ നബിയുടെ കയ്യിൽ? അലൈഹിസ്സലാത്തു വസ്സലാം കഥ പറഞ്ഞു. മൂസാ നബിക്ക് ഇത് വടിയാന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ മൂസാ നബി ഇതിന്റെ വടിയാണ്, ഇത് ഞാൻ എന്റെ മൃഗത്തിന് ഇല പൊഴിച്ചു കൊടുക്കും, ഞാൻ ചാരി നിൽക്കും, എനിക്ക് വേറെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് റബ്ബേ. എന്താ ഉപകാരം എന്ന് മൂസാ നബിയോട് അല്ലാഹു ചോദിച്ചിട്ടില്ല, എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ. വൺ വേർഡ് ആൻസർ ആണ്, ഹി അസ്വായ. അവിടെ നിർത്തിയാൽ മതി. പക്ഷെ ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടി, അപ്പൊ പിന്നെ നിർത്തുന്നില്ല, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് മൂസാ നബി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തതെന്ന്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇഷ്ടമായപ്പോ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം. ഇനി അതൊക്കെ പോട്ടെ. റബീഉൽ അവ്വൽ എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറി വേള പറയുന്ന ഒരു ഹദീസില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എന്താ അർത്ഥം? അള്ളാഹുവിന്റെ ഹബീബിനെ നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, എല്ലാ ജനങ്ങളെക്കാളും നബിതങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല. നമുക്ക് അത്രയൊക്കെ സ്നേഹം അള്ളാഹിന്റെ റസൂലിനോടുണ്ടോ? ഉണ്ടോ? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉമ്മാനും വാപ്പാനും കാണുന്നേക്കാളും ആഗ്രഹം റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണമെന്നാണ്. അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഗൾഫിൽ നിന്ന് ലീവിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? കുട്ടികളെ കാണണമെന്ന് പറയും. കുട്ടികളെ ഉമ്മാനും കാണേണ്ടി വരും, സ്വന്തം ഉമ്മാനും വാപ്പാനൊക്കെ കാണേണ്ടി വരും. എന്നെനിക്കിതിലേറൊക്കെ ഇഷ്ടം എനിക്ക് അള്ളാഹിന്റെ റസൂലിനെ കാണലാണ്. അങ്ങനെ നമുക്ക് തോന്നാറുണ്ടോ? പെണ്ണെ സഹോദരി, നിന്റെ ഭർത്താവിനേക്കാളൊക്കെ റസൂലുള്ളാഹിനെ ഇഷ്ടം നമുക്ക് തോന്നാറുണ്ടോ? ഉമ്മമാരെ, എന്റെ വിദ്യാർത്ഥിനികളെ, നമുക്കങ്ങനെ നമ്മുടെ കൂട്ടുകാരെക്കാൾ, സുഹൃത്തിന്റെ ഫോണ് വന്നില്ലെങ്കിൽ, കോള് കണ്ടില്ലെങ്കിൽ 2 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഭ്രാന്തന്മാരൊക്കെ ഉണ്ടാവും. അത്രയും അള്ളാഹിന്റെ റസൂലിനോട് സ്നേഹം തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഒരിക്കലും ആയില്ല, പൂർണ്ണമായില്ലെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ആളുകളെയാണ് യാ ഉമ്മച്ചി, എന്റെ ഉമ്മത്തികളെ എന്ന് നബി തങ്ങൾ വിളിക്കുക. എന്റെ ഉമ്മച്ചികളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനേക്കാളും എന്നെ സ്നേഹിച്ചില്ലേ, നിങ്ങൾ എന്റെ ഉമ്മച്ചികളാണ്. അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനൊക്കെ ധൈര്യം ഉണ്ടാവോ നമുക്ക്? ആ നബിയെ നിങ്ങൾ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നത്, ധൈര്യം ഉണ്ടോ അങ്ങനെയൊക്കെ പറയാൻ? അപ്പൊ എന്നാ ഇതൊക്കെ തുടങ്ങുക? ഇത് വേണ്ടേ? മരിക്കേണ്ട മുമ്പ് വേണ്ട. ആകെ ഒരു ചാൻസേ ഉള്ളൂ ഈ ലൈഫ്. മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. എപ്പോഴാണ് മരിക്കുക എന്നറിയാതെ നടക്കുകയാണ്. അതിനിടയ്ക്ക് ഈ ഫിദിനും ഫസാദും പറഞ്ഞു കിടന്നിട്ട് ഒന്നിനും നേരല്ല അല്ലേ? ഇതിനിടയ്ക്ക് എപ്പോഴും അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കാനും, മഹബ്ബത്തുൻ നബി, മഹബ്ബത്ത് ആലുൻ നബി, ഇതിനൊക്കെ സമയമുണ്ടോ? നമ്മളങ്ങനെ പോവാണ്, ഒരിക്കൽ പോവാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന റബ്ബിന്റെ ഏറ്റവും വലിയ സന്തോഷം പൈസയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിനോട് ചോദിച്ചോളൂ ഹലാൽ തരാൻ വേണ്ടി. നിഅ്മൽ മാലു സ്വാലിഹ് ഇൻദ റജുലി സ്വാലിഹ്. നല്ല ഒരു മനുഷ്യന്റെ കയ്യിൽ, സ്വാലിഹായ ഒരു മനുഷ്യന്റെ കയ്യിൽ സ്വാലിഹായ പണം നല്ലതാണ്. പക്ഷേ അതൊരിക്കലും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടക്കരുത്, ഖൽബിലേക്ക് കടക്കരുത്. അങ്ങനെ കടന്നിരുന്നുവെങ്കിൽ സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 700 ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മദീനക്കാർക്ക് സ്വതക്ക ചെയ്യുമായിരുന്നോ? 700 ഒട്ടകം. 700 പോട്ടെ, ഗൾഫിൽ നിന്ന് ഉടനെ ഒരു പെട്ടി കൊടുക്കുമെന്നല്ലേ കുന്നേരക്ക് നമ്മള്. ഇത് എനിക്കുള്ളതാ, അതെന്റെ കുട്ടിയേക്കും എന്റെ വീട്ടുകാർക്കും ഉള്ളതാ. എന്നാലും കുറച്ച് സാധനം അയലോകത്ത് വിട്ട് കൊടുക്കാനുണ്ടാവും, ശരിയാണ്. എന്നാലും നമ്മളെ സാധനം എന്തെങ്കിലും കൊടുക്കുമോ? നമ്മൾ നാട്ടുകാർക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെ വന്നാൽ ഐ വിൽ ഗിവ് ഇറ്റ് അവേ. അങ്ങനെ ഒരു മൈൻഡെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടോ? എനിക്കതിന് കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ എടുത്തോട്ടെ, പോവാണെങ്കിൽ പൊയ്ക്കോട്ടെ. അത്രയെങ്കിലും നമ്മുടെ കൽബിൽ, ഹൃദയത്തിലേക്ക് കയറാതെ അതിനെ മാറ്റി നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ?
അത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയാൻ പോണ വിഷയങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ദാനം എന്ന് പറയുന്ന സംഗതി കൊടുക്കാൻ കഴിയില്ല. എങ്ങനെ? നമ്മുടെ ഖൽബിൽ നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ എങ്ങനെ കൊടുക്കുക? ഒരു പാകത്തിന് ഇഷ്ടേ പാടുള്ളൂ. നമ്മുടെ വീടായാലും വാഹനമാണെങ്കിലും ജോലിയാണെങ്കിലും നമ്മുടെ സ്ഥാനമാനങ്ങളാണെങ്കിലും ഒരു മിനിമം മതി, ബെയർ മിനിമം, അത്രയേ പാടുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال. ഖുൽ പറഞ്ഞു കൊടുക്കൂ നബിയേ, ലിഇബാദി എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കും നബിയേ. ഈ അടിമ എന്ന് പറഞ്ഞതിൽ നമ്മളുണ്ടോ എന്നതും സംശയട്ടാ. അള്ളാഹ് പഠിച്ചത് കൊണ്ട് നമ്മൾ അടിമയാവേ, അള്ളാഹുവിന്റെ കണക്കിൽ അടിമയാണ്. പക്ഷെ നമ്മൾക്ക് അള്ളാഹുവിന്റെ കണക്കിൽ നമ്മൾ അടിമയായിട്ട് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മളിപ്പോ അള്ളാഹിന്റെ അടിമയാണോ? അടിമയെന്ന് പറഞ്ഞാൽ മുതലാളി പറയാണ്, ഈ കിണറ്റിലെ വെള്ളം ഇവിടുന്ന് കോരിക്കൊണ്ട് വേറെ കിണറുണ്ടാക്കി അയക്ക് ഒഴിച്ചു വെക്കണം, നടക്കാൻ പോണ കാര്യമാണോ എന്ന് ഒരിക്കലും ഒരു സയ്യിദിനോട് ഒരു അബ്ദ് പറയൂല. എന്തേ? സയ്യിദ് പറഞ്ഞു അറബികൾ അങ്ങനെ പറയും, ഏറ്റെടുത്തു. ഒരു അബ്ദ് ഒരു സയ്യിദിനോട്, അടിമ ഒരു ഉടമയോട് എന്തിന് ഞാനത് ചെയ്യണം എന്ന് ചോദിക്കൂല, പറഞ്ഞുകൊണ്ട് ചെയ്യുള്ളൂ. നമ്മള് എന്തിനാപ്പത്? അതിനെന്ത് വല്ല തെളിവുണ്ടോ? അതിനുള്ള ആവശ്യമുണ്ടോ? അതിലെന്താ കാര്യം കിടക്കണത് എന്നൊക്കെ അറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ടേ നമ്മളൊരു കാര്യം ചെയ്യുള്ളൂ, അല്ലേ? അപ്പൊ നമ്മൾ അബ്ദായിട്ടില്ല. അബ്ദായോ? ഇല്ല. അള്ളാഹു നമ്മളെ പല കാര്യങ്ങൾക്കും വേണ്ടി വിളിക്കുന്നുണ്ട്. വിളിച്ചാൽ അവിടെ എത്തണം. അതാണ് അബ്ദിന്റെ പ്രത്യേകത. ഹയ്യ അലസ് സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ്. സ്വഹാബിമാർ കാന അഹദുഹും യർഫഉ മിത്റഖതഹു ഫയസ്മഉൽ അദാൻ. കല്ലോ ഇരുമ്പോ എന്തെങ്കിലും വെട്ടാനോ അല്ലെങ്കിൽ അത് പരത്തിയെടുക്കാനോ ഉപയോഗിക്കുന്ന ഹാമർ, അതാണ് മിത്റഖ, പൊട്ടുന്ന സാധനം. അത് സ്വഹാബിമാർ ചിലപ്പോ ഇങ്ങനെ പൊക്കി, ഇരുമ്പൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങനെ പൊക്കി അടിക്കൂലേ, അങ്ങനെ അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും ബാങ്ക് തുടങ്ങുന്നത്. അല്ലാഹു അക്ബർ, ലാ ബാറകല്ലാഹു ഫീ ഷൈഇൻ സമിഅ സാഹിബുഹു അദാനല്ലാഹ്. ലാ ബാറകല്ലാഹു ഫീ തുർഖത്തിൻ സമിഅ സാഹിബുഹാ അദാനല്ലാഹ്. അള്ളാഹുവിന്റെ വിളി കേട്ടില്ലേ? ആ വിളി കേട്ടാൽ പിന്നെ ഒരു കൊട്ട് കൊട്ടാൻ അവിടെ സമയമല്ല. ആ കൊട്ടിൽ പിന്നെ ബറക്കത്തില്ല. അള്ളാഹു എന്നെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ ബാങ്ക് കൊടുക്കുമ്പോ? നിങ്ങളുടെ മുതലാളി, നിങ്ങൾ ജോലി ചെയ്യുന്ന ആള്, അല്ലെ മുത്തഅല്ലിമീങ്ങളെ, നിങ്ങളുടെ ഉസ്താദുമാര്, നിങ്ങളുടെ മുദരിസായ ഉസ്താദ് നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളുടെ നമ്പറിൽ വിളിക്കുകയാണ്. ഏത് പാതിരാക്ക് വിളിച്ചാലും അല്ലാഹുവിന്റെ ഉസ്താദാണ് വിളിക്കണത്. നമ്മൾ ബഹുമാനത്തിൽ എടുക്കണം. എടുക്കൂലേ? ഞാൻ ഇപ്പൊ കിടന്നുറങ്ങാന്ന് പറഞ്ഞോട്ടെ ഉസ്താദ് വിചാരിച്ചോട്ടെ അങ്ങനെ ചെയ്യുമോ നമ്മൾ? ഇല്ല. അല്ലാഹുവിന്റെ ഉസ്താദ് എന്തായിരിക്കും വിഷയം എന്നറിയില്ല. അല്ലെ നമ്മൾ MLA വിളിക്കുകയാണ്, അല്ലെങ്കിൽ മന്ത്രി ആരെങ്കിലും വിളിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കുകയാണ്. നമുക്ക് ജോലി തന്ന ഒരാൾ, ഗൾഫിലൊക്കെ ഉള്ള സുഹൃത്തുക്കളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. നമ്മുടെ എംപ്ലോയർ, നമ്മുടെ മുതലാളി വിളിക്കുകയാണ്, നാട്ടിലാണ്, വലിയ കല്യാണത്തിന്റെ അടിയിലാണ്, എന്നാലും ഫോൺ എടുത്ത് ഓടും. ഈ ഒച്ചപ്പാടൊന്നും മൂപ്പര് കേൾക്കണ്ട, എനിക്ക് ശരിക്കൊന്ന് കേൾക്കണം മൂപ്പര് എന്താ പറയുന്നത്. അപ്പൊ ഫോണും പിടിച്ച് ഒരൊറ്റ ഓട്ടാണ് ആൾക്കാരുടെ ഇടയിൽ നിന്ന്. ശബ്ദം വളരെ നിശബ്ദമായ സ്ഥലത്ത് പോയിട്ട് കേൾക്കാൻ. എന്താ വിഷയം? ഇതൊരു മനുഷ്യന്റെ വിളിക്ക് നമ്മൾ കൊടുക്കുന്ന ഉത്തരമാണ്. ഖാലിക്കിന്റെ വിളിക്ക് നമ്മൾ ഇതിന്റെ 1000-1 വില കൊടുത്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെ നമ്മൾ അള്ളാന്റെ അടിമ എന്നൊക്കെ പറയാ? നമ്മളങ്ങനെ വില കൊടുത്തിട്ടില്ലല്ലോ. ആയിക്കോട്ടെ, പള്ളി അങ്ങനെ കുറെ കൊടുക്കും, കുറെ മൂല്യന്മാർ കൊടുക്കുന്നുണ്ട്, അങ്ങനെ വാങ്ക്, അങ്ങനെ എൻ്റെ നാട്ടിലും കൊടുക്കുന്നുണ്ട്, അതങ്ങനെ കഴിഞ്ഞ് നിന്നോളും, അത്ര തന്നെ. നമ്മൾ ഇത് റബ്ബിന്റെ വിളിയാണെന്ന് നമ്മുടെ ഖൽബിലേക്ക് കയറിയിട്ടുണ്ടോ മുഅ്മിനേ?
ഇതൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നോട് ചോദിക്കുകയാണ്. എന്നിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നതിന് ആദ്യം അതിലേറ്റവും ആദ്യത്തെ മുആതബ് എൻ്റെ നഫ്സാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുള്ളൂ. നമ്മളത് അങ്ങനെ വില കൊടുക്കുന്നുണ്ടോ അള്ളാഹുവിനെ? പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹിന്റെ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ വിടുന്നുണ്ടോ? നമ്മുടെ നിസ്കാരം പോലും അങ്ങനെയാണോ? അല്ലാഹു തആല നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു, ഒരു സയ്യിദിന്റെ, ഒരു മാസ്റ്ററുടെ മുമ്പിൽ ഒരു സ്ലൈവ്, ഒരു അടിമ നിസ്കരിക്കുകയാണെങ്കിൽ ആ മാസ്റ്റർ മുഖം തിരിക്കുന്നവരെ നമ്മൾ മുഖം തിരിക്കാൻ പാടില്ല. അതുവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ജലാലിയത്ത് കൊണ്ട്, ജബറൂത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ അളമത്ത് കൊണ്ട് നിങ്ങളിലേക്ക് മുഖ്ബിലുൻ ബിവജ്ഹിഹി, ഒരു അബ്ദ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു നിങ്ങളിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ വജ്ഹ് നിങ്ങൾ